ഹായ് കൂട്ടുകാരെ, ലാസ്റ്റ് വീഡിയോ നമ്മുടെ പാമ്പാടുംപാറ ഗ്രാമത്തിൻ്റെ ആയിരുന്നു. വീഡിയോ കണ്ടായിരുന്നോ? കണ്ടില്ലെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ പാമ്പാടുംപാറയുടെ തൊട്ടടുത്തുള്ള പത്തിനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും നമ്മൾ അന്ന് കയറി വന്നത് ഈ വഴിയായിരുന്നു കേട്ടോ. ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ ഒരു ശീതളമായ ഒരു അന്തരീക്ഷത്തോടു കൂടി ഏലക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗ്രാമീണ വഴി അതിൽ കൂടെ നമുക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അതൊരു വെറൈറ്റി കാഴ്ചയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതുപോലെ ലയങ്ങളുണ്ട്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. നോക്കിയേ, ഏലക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നൈസ് ആംബിയൻസിലൊരു യാത്ര. ഇവിടേക്ക് എന്ത് രസമല്ലേ. ശരിക്കും പറഞ്ഞാൽ താഴേന്ന് ഒരു ജീപ്പൊക്കെ ഇങ്ങനെ ഓഫ് റോഡൊക്കെ കയറി വന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഇവിടുത്തെ മരത്തിൻ്റെ വലുപ്പം കൊണ്ടോ ഭയങ്കര പൊക്കമുള്ള മരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ് കിട്ടുന്നത്. നമ്മളെ പാമ്പാടുംപാറ ഏതാണ്ട് ഒരു 300 മീറ്റർ കൊണ്ട് കയറിയതുള്ളൂ. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഏലക്കാട്. ശരിക്കും ഇതിനകത്തൊക്കെ നിൽക്കുമ്പോഴല്ലോ വേറൊരു നമ്മുടെ മൈൻഡൊക്കെ ഒരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല വലുപ്പമുള്ള മരം, നല്ല ശീതളമായ ഒരു അന്തരീക്ഷം. അപ്പോൾ കുറച്ച് ദൂരം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള വഴിക്കിടെയാണ് യാത്ര ചെയ്തിട്ട് ഒരു മെട്ടയിലേക്കാണ് കയറുന്നത്. അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് നെടുങ്കണ്ടത്തിൻ്റെ ഒരു അടിപൊളി കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത്. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മളീ പോകുന്ന വഴി ശരിക്കും പാമ്പാടും പറയുന്ന മുണ്ടിയരുമലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന വേറൊരു ബൈ റൂട്ടാണ്. ശരിക്കും ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് നെടുങ്കണ്ടത്തിനൊക്കെ പോകാൻ പറ്റും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിലൂടെ ഇത് പോകണം കേട്ടോ. വഴി അല്പം മോശമാണ്, എന്നാലും നമുക്കൊരു പീസ്ഫുള്ളായിട്ടുള്ള ഏരിയക്കടെ യാത്ര ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പം നെടുങ്കണ്ടം എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കിതുണ്ടോ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച, ഏലക്കാടിൻ്റെ ഉള്ളിലെ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും നമ്മൾ പോകുന്ന വഴി കണ്ടോ, ശരിക്കും വഴിയില്ല, നല്ല ഓഫ് റോഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇതിലൂടെ പോകുമ്പോഴേ, ഒരു കാലഘട്ടത്തിൽ ആനയൊക്കെ ഇങ്ങനെ താവളം അടിച്ചുകൊണ്ടിരുന്ന ഔമാർ വിഹാര കേന്ദ്രത്തിലൂടെ നമ്മളങ്ങനെ യാത്ര ചെയ്ത് പോകാമെന്ന്. നിങ്ങൾ നോക്കിയേ, ശരിക്കും അങ്ങനെയല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു എസ്റ്റേറ്റിൻ്റെ കുറച്ച് ലയങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ കുറേ അധികം ആളുകൾ താമസിക്കുന്ന മേഖലയുണ്ട് കേട്ടോ. അപ്പോൾ ആ ലയത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് നമ്മൾ മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കണ്ട ആ എസ്റ്റേറ്റിൻ്റെ ലയങ്ങളൊക്കെ കണ്ടില്ലേ, അതൊക്കെ കോട്ടേജ് പോലുള്ള സംഭവങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കാപ്പിത്തോട്ടം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പലപ്പോഴും കണ്ടേക്കണേ ഏലത്തോട്ടം മാത്രമല്ലേ നമ്മുടെ യാത്രയിൽ കണ്ടേക്കണേ. പക്ഷേ ഇതൊരു വെറൈറ്റി സംഭവമാണ്. എനിക്ക് തോന്നണേ ഈ കാപ്പി നമ്മുടെ കാവേരി കാപ്പി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നു. പൊക്കമൊക്കെ കറിഞ്ഞ് നിൽക്കുന്നത്. എന്നാണെങ്കിലും ഈ സീസണിൽ കാപ്പിക്കൊക്കെ നല്ല വിലയുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇങ്ങനെ പീസ്ഫുള്ളായിരിക്കുന്ന ഒരു യാത്രയാണ് ഇനി നമ്മൾ നടത്തേണ്ടത്. നല്ല പക്ഷികളുടെ കളകള ശബ്ദങ്ങളും ചിലമ്പലുകളും ഒക്കെ കേട്ടോണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ, പത്തിനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു സൈഡിലുള്ള ആംബിയൻസൊക്കെ കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാമ്പാടുംപാറ വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടന്മാരെന്ന് പറഞ്ഞായിരുന്നു പേര് പോലെ തന്നെ ഇവിടെ പാമ്പുകളുടെ കേന്ദ്രമുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വഴി സൈഡിലൊക്കെ ഇറങ്ങി നിൽക്കണമെങ്കിൽ നമ്മളൊന്ന് പേടിക്കണം, നല്ലത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വഴിയില്ലാത്ത കുണ്ടും കുഴിയൊക്കെ പിടിച്ച ആ ഒരു സ്ഥലത്തോടെ നമ്മളിങ്ങനെ ചാടി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇടയ്ക്കും ഇങ്ങനെ ബൈക്കുകാർ മാത്രമാണ് ഇതിലൂടെ കൂടുതലും വരാറുള്ളൂ. ഈ പ്രകൃതിയുടെ ഈ ദൃശ്യം കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയേ, രണ്ട് സൈഡും മരമാണ്, അതിൻ്റെ ഒത്ത നടുക്ക് ഏലക്കാടിൻ്റെ ഉള്ളിലേക്കൂടെ ഒരു വഴി. ഒരു ഗംഭീരമായ കാഴ്ച അല്ലേ. അപ്പോൾ നിങ്ങളുടെ കഥയ്ക്കനുസരിച്ചുള്ള ലൊക്കേഷനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്തു കേട്ടോ. ഇതുപോലുള്ള നിരവധി ലൊക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്കത് വിനിയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇതിനോടകം നമ്മൾ റിലീസായിരിക്കുന്ന കൂടോത്ര ഫിലിമിലെ അതിൻ്റെ യഥാർത്ഥത്തിൽ ലൊക്കേഷൻ മാനേജർ ഞാനായിരുന്നു. 90% ലൊക്കേഷനും ഞാനാണ് കാണിച്ചു കൊടുത്തത്. പക്ഷേ അവസാന സമയത്ത് എൻ്റെ പേര് അതിൻ്റെ അകത്ത്
നിന്ന് വെട്ടിക്കളഞ്ഞു കേട്ടോ. അതുകൂടാതെ ഒരു പടം വരാനുണ്ട്. അതൊരു ചെറിയ പടമാണ്, ഇടുക്കിക്കാരെല്ലാം കൂടി ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പടമാണ്. അതിൻ്റെ ലൊക്കേഷനാണ് ഞാനാണ് കൈകാര്യം ചെയ്തത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഉള്ള സാധ്യതകളൊക്കെ നമ്മളെ തേടി വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാനാണ്. അപ്പം ശരിക്കും നമ്മൾ ഒരു ഗ്രാമങ്ങളൊക്കെ ആ എസ്റ്റേറ്റൊക്കെ വിട്ട് ഗ്രാമങ്ങളിലേക്ക് നമ്മളങ്ങനെ ചെന്ന് ചേരുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ നമുക്ക് ഒരു ചെറിയ ജംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഇവിടെയൊക്കെ നിർത്തിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കടന്നിട്ട് നമ്മളിത് തൊട്ടപ്പുറേ വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയി നമ്മൾ ചെല്ലുമ്പോൾ വേറൊരു വൈബുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ചെന്ന് ചാടുന്നത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ടോ കേട്ടോ, തമ്പോലമാണേ. ഇവിടെ അതിൻ്റെ വർക്ക് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവരുടെ ഫോൺ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊച്ചു കലാകാരന്മാരല്ലേ, അവരൊന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ. അപ്പോൾ അവരോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. ശരിക്കും രണ്ട് സൈഡും ചെമ്പരത്തിയൊക്കെ നട്ട് വെച്ച് എൻ്റെ ഒത്ത നടുക്ക് ഒരു വഴിയും അതുപോലെ ഇങ്ങനെയുള്ള അംഗൻവാടികളും ഒക്കെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തേക്ക് തിരിഞ്ഞു പോയാൽ ഒരു ചെറിയ കുരിശൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് എന്നോട് എനിക്ക് ആ പിള്ളേർ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മളത് അവിടെ എത്തിയിട്ടോ. അങ്ങനെ ഫൈനലി നമ്മളിവിടെ ഒരു കുരിശുമലയൊക്കെ ഉള്ള മേഖലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, വണ്ടി ഒന്ന് കയറ്റി നിർത്തട്ടെ. ഞാനങ്ങനെ വണ്ടി ഒതുക്കിയേ. ഇത് കൊള്ളാലോ, ഫുള്ള് പുൽമേട്. പുൽമേടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താഴേക്ക് വട്ടം കിടന്നങ്ങോട്ട് ഉരുണ്ടാലുണ്ടല്ലോ, അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊന്നും അല്ല, പക്ഷേ ഇങ്ങനെ നമുക്കിപ്പം ക്ലൗഡായിട്ട്, അതായത് മൂടൽമഞ്ഞൊക്കെ കയറി കിടക്കണതുകൊണ്ട് അത്ര വിശാലമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നിന്നാലും നമുക്ക് നെടുങ്കണ്ടം ഇൻഡോർ സ്റ്റേഡിയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അത് വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇനി വേറെ സ്ഥലങ്ങൾ കാണുമായിരിക്കും. അപ്പം നമുക്ക് മുമ്പോട്ട് പോയാലോ. കൂട്ടുകാരെ, ഈ സ്ഥലത്തിൻ്റെ പേര് പത്തിനിപ്പാറ എന്നാണ് കേട്ടോ. അപ്പോൾ നെടുങ്കണ്ടം മുണ്ടീരിമ റൂട്ടിലേക്കാണ് ഈ വഴി ചെന്ന് ചാടുന്നത്. അതായത് മെയിൻ റോഡുമായിട്ട് സംഗമിക്കുവാണേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ശരിക്കും ഒരു മലയുടെ ടോപ്പിൽ കൂടെയാണ്. രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാണ്. ശരിക്കും ഇവിടെ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. കുഞ്ഞു കുഞ്ഞു വീടുകളാണ്, ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ളൊരു സ്ഥലത്തോടെയാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന വഴിയില്ലേ താഴേക്ക് ഇറങ്ങണേ, ആ വഴിക്കൂടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇറങ്ങി നമ്മളങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. താഴേക്ക് ഇറങ്ങി വന്നേ. അപ്പോൾ ഇവിടെ നമുക്ക് നെടുങ്കണ്ടത്തിൻ്റെ ഒരു വിശാലമായൊരു കാഴ്ച കാണാം. ഞാനങ്ങനെ ഇതുകൊണ്ടോ ഇതുപോലെ ഒരു ഓഫ് റോഡൊക്കെ പിടിച്ച് കുറച്ച് ദൂരം ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ. പത്തിനിപ്പാറ നമ്മൾ ആദ്യം കണ്ടില്ലേ, അവിടെ നിന്ന് ഏതാണ്ട് ഒരു 300 മീറ്റർ കണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതുവരെ ഒരു വഴിയുണ്ട്. വണ്ടി ഇവിടെ കയറ്റി ഒതുക്കിയേക്കുവാണേ. അപ്പോൾ ഇവിടെ ഒതുക്കിയിട്ട് നമ്മളിത് കുറച്ച് ദൂരം ഇങ്ങോട്ട് മാറി കഴിയുമ്പോണ്ടല്ലോ നമുക്ക് നെടുങ്കണ്ടത്തിൻ്റെ ഒരു വിശാലമായ ഒരു കാഴ്ച, അതൊരു വൈബ് തന്നെയാണ്. നോക്കിയേ, ഒരു വിശാലമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ കാഴ്ച. ഈ തൊട്ട് താഴെ കാണുന്നത് നമ്മുടെ കല്ലാർ ഡാം, കല്ലാർ പാലമൊക്കെയാണ്. അതിങ്ങനെ കയറിപ്പോയി ഇങ്ങനെ പോയി ഇതുണ്ടോ നെടുങ്കണ്ടം ടൗണ്, നെടുങ്കണ്ടത്തെ CSI ചർച്ച്, അവിടെ മുസ്ലിം പള്ളി, നെടുങ്കണ്ടം ടൗണ് ഒരു ഫുള്ള് നമുക്ക് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഫോഗായി, മൂടൽമഞ്ഞായി. അതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ കൂടെ കാണുന്നത്. തത്തിക്കളിച്ച് നമ്മൾ വീണ്ടും റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനി ഇവിടുന്ന് കുത്തനെയുള്ള ഇറക്കമാണേ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കുറച്ച് മെട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നണേ ഇവിടെ ഭാവിയിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകാനുള്ള തയ്യാറെടുപ്പാണെന്ന് എനിക്ക് തോന്നണേ. കാരണം നെടുങ്കണ്ടത്ത് ഒരു റോപ്പ് വേ ഈ പത്തിനിപ്പാറ മലയുടെ ടോപ്പിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു കേട്ടോ. നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന ആ ഒരു ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. റേഷൻ കട അങ്ങനെയുള്ള കട എല്ലാം വൈകുന്നേരം തുറക്കുള്ളൂ. നമ്മൾ ഇടുക്കിയല്ലേ. അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മുണ്ടീരിമ റൂട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വഴി പോയില്ല കണ്ടില്ല എന്ന് ആരും പറയണ്ട. ഇങ്ങനൊരു സ്ഥലം നമ്മുടെ ഇടുക്കിയിലുണ്ട്, പത്തിനിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. നോക്കിയാൽ മലനിരകളൊക്കെ എൻ്റെ പൊന്നെ, ഇവിടെ നിന്നാലും നമുക്ക് പുഷ്പകണ്ടമൊക്കെ കാണാൻ പറ്റുമേ.
കാറ്റാടി പാടങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഇതുണ്ടോ, ഇവിടെ നിന്നാൽ നമുക്ക് ഈ സൈഡിലേക്ക് ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഏതാണ്ട് നെടുങ്കണ്ടം മുണ്ടീരുമ റൂട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ എങ്ങനെ കയറുക അതേപോലെ ഒരു ഫീലിലേക്ക് നമ്മൾ എത്തിയില്ലേ. നല്ല മരങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള ഒരു വഴി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ നമ്മുടെ മെയിൻ റോഡുമായിട്ട് സംഗമിക്കാൻ. നിങ്ങൾ നെടുങ്കണ്ടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പത്തിനിപ്പാറ മേഖലയിലൊക്കെ വന്നാൽ കുറച്ചധികം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പം ഇവിടെ വരുമ്പോൾ 2 വഴിയുണ്ട്. ഈ വഴി ഇങ്ങനെ തിരിഞ്ഞു പോയാലും നിങ്ങൾക്ക് പാമ്പാടുംപാറയ്ക്ക് പോകാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മൾ യാത്ര ചെയ്തിട്ട് നെടുങ്കണ്ടം മുണ്ടീരമ്മ റൂട്ടിലേക്ക് ഞങ്ങൾ സംഗമിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ പത്തിനിപ്പാറയിലേക്ക് കയറി പോയത് കേട്ടോ.